ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വയറ് വയ്യാതായ അനാമികയും അച്ഛനും അമ്മയും പുറത്തേക്ക് വരികയാണ്. അയ്യോ അമ്മോ എന്നൊക്കെ പറഞ്ഞാണ് കരഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. എന്നാലും നമ്മൾ കൊണ്ടുവന്ന ആ മരുന്ന് നമ്മളെ കൊണ്ട് തന്നെ തീറ്റിച്ചല്ലോ അവളുമാർ ഭയങ്കരികളാണ് എന്നൊക്കെ വേണു പറയുന്നു. എന്നാലും ഇതൊന്നുമല്ല സഹിക്കാൻ വയ്യാത്തത്. അവളുമാർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അവൾ അത് ചെയ്തതെന്ന്, അതെനിക്ക് സഹിക്കുന്നില്ല അച്ഛാ എന്ന് പറയും. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ മോളെ, നിന്നെ അളന്നു തൂക്കിയാണ് അവളുമാർ കരുതി വെച്ചിരിക്കുന്നത്, എന്തോ അതുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്നോണോ എന്ന് പറയും. എന്തായാലും ഇതിന് നമുക്കൊരു മറുപടി കൊടുക്കണം വേണുവേട്ട, ഇങ്ങനെയൊക്കെ ചെയ്ത അവളുമാർക്ക് എന്തായാലും കൊടുത്തിരിക്കണമെന്ന് അയാളും പറയുന്നുണ്ട്. എന്നിട്ട് പുറത്തെ ബാത്റൂം എവിടാന്ന് ചോദിച്ച് വേണുവും ഭാര്യയെ ഇറങ്ങി ഓടുകയാണ്. അപ്പം അനാമി ഓർക്കും, കൊണ്ടുവരുമ്പോൾ ഇച്ചിരി മയമുള്ളതൊക്കെ കൊണ്ടുവരണ്ടായിരുന്നു, ഇന്ന് മുഴുവൻ ഇനി ബാത്റൂമിൽ ഇരിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അനാമി അകത്തേക്ക് കയറിപ്പോവും. മുത്തശ്ശനും മുത്തശ്ശി ഇരുന്ന് സംസാരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മോള് അടുക്കളപ്പണി മാത്രമല്ല ഡിസൈനൊക്കെ വരച്ച് നമ്മളുടെ കുടുംബത്തിന് ഒത്തിരി കാശ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എന്നിട്ടും ദേവയാനി അവളെ അങ്ങ് ഒരുപാട് ദ്രോഹിക്കുകയാണല്ലോ എന്ന്. അപ്പം മുത്തശ്ശൻ പറയും, ശരിയാണ്, എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് ജയനും അജയനും അങ്ങോട്ട് കയറി വരും. അവർ അച്ഛൻ്റെയും അമ്മയുടെയും കാലൊക്കെ തൊട്ട് തൊഴുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, ആദർശ് എവിടെയെന്ന്. അവൻ കീഴ്ക്കാവിൽ നിന്ന് മാലയിട്ടിട്ട് ഓഫീസിലേക്ക് പോയെന്ന് പറയും. അതെന്താ അവൻ ഒറ്റയ്ക്ക് മാലയിട്ടത്? ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് പറയും. എന്ന് വിടുന്ന പോലല്ലല്ലോ ഇന്ന് പോയി ഇട്ടത്, അതിൻ്റെ ഒരു സങ്കടം അവനുണ്ടായിരുന്നു. കുട്ടികൾ അത്രയ്ക്ക് ആഗ്രഹിച്ചതല്ലായിരുന്നു ഒരു യാത്ര, അത് മുടങ്ങിയതിൻ്റെ നിരാശ അവനുണ്ട്, അതിന് അവൻ അങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയും. അവൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിരുന്നു എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ദേവയാനി എന്തായാലും കുട്ടികളോട് അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. കീഴ്ക്കാവിലേക്ക് പോകുന്ന സമയത്ത് ദേവയാനിക്ക് പെട്ടെന്നൊരു തലകറക്കം ഉണ്ടായി, പ്രഷർ താണതാണ്. ഞാൻ അന്നേരം അവളോട് പറഞ്ഞു, നീ ചെയ്തത് ഒട്ടും ശരിയായില്ലെന്ന്. സ്വത്ത് വീതം വെക്കുന്ന കാര്യം വന്നപ്പം രണ്ട് ചെറുമക്കളുടെയും ഭാര്യമാരെ എഴുതിയിട്ടത് ഒട്ടും കുറവില്ലാതെ സ്വത്ത് കിട്ടണമെന്നാണ്. എന്നാൽ നയനമോൾ അങ്ങനെ അല്ല എഴുതിയത്. അവളുടെ സ്വത്തെന്ന് പറയുന്നത് ഞാനും ഇവളും നിങ്ങളുമെല്ലാമാണ്. ജീവിതകാലം മുഴുവൻ എല്ലാവരും അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ആ കുട്ടി എഴുതിയിട്ടുള്ളൂ. ആ കുട്ടിയുടെ മനസ്സിൻ്റെ നന്മ കണ്ടെത്താൻ നിൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും സാധിക്കുന്നില്ലല്ലോ മോനെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. 41 ദിവസം വ്രതമെടുത്ത് ആദർശ് മലയ്ക്ക് പോയിട്ട് വരുന്നതിൻ്റെ പുണ്യം അവനുണ്ടാകും. അപ്പോഴത്തേക്കെങ്കിലും അവൻ്റെ അമ്മയുടെ മനസ്സ് മാറുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. പിന്നെ ഒരു കാര്യം, എനിക്ക് പ്രായമൊക്കെയായി, അസുഖവുമായി, ഇനിയിപ്പം എൻ്റെ ശബ്ദത്തിന് അത്ര ബലം പോരാ, അതുകൊണ്ട് നിൻ്റെ ഭാര്യയെ നീ പറഞ്ഞ് വേണം നിലയ്ക്ക് നിർത്താനായിട്ട്. ശരി അച്ഛാ എന്ന് പറഞ്ഞ് ജയനും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനാമിക ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനിയും ജാനകിയും കൂടെ കയറി വരുന്നു. കയറി വന്ന ഉടനെ ദേവയാനി അനാമികയ്ക്ക് ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് പറയൂ, മോൾ അങ്ങ് ഒത്തിരി ക്ഷീണിച്ചല്ലോ, അവളുമാരെന്നാലും ചെയ്തതൊട്ടും കൂടിപ്പോയി, അതൊക്കെ താഴെ അച്ഛനും അമ്മയും പറഞ്ഞെന്നൊക്കെ പറയും. എന്നാലും എൻ്റെ വല്യമ്മയെ എനിക്കിതൊന്നുമല്ല സഹിക്കാൻ വയ്യാത്തത്, ഞാനാണിത് ചെയ്തതെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് പറയും. ആരാ മോളെ പറഞ്ഞെന്ന് ചോദിക്കും. നവ്യയാ പറഞ്ഞെന്ന് പറയും. അവളുമാരതൊക്കെ ചെയ്യും, എൻ്റെ മോളെ ഇവിടെ നിലനിർത്താതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നൊക്കെ ജാനകി പറയും. അന്നേരം ദേവയാനി പറയും, നീ വന്നേ ജാനകി, നമുക്കിതൊന്ന് ചോദിച്ചിട്ട് തന്നെയുള്ളൂ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ദേവയാനി ജാനകിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അത് കാണുമ്പോഴത്തേന് അനാമികയ്ക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നവ്യ ഇങ്ങനെ റൂമിലിരിക്കണം. ആ സമയത്ത് ദേവയാനിയും ജാനകിയും അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ചോദിക്കും, നീ എൻ്റെ മോളോട് എന്താടി ചെയ്തെന്നൊക്കെ ചോദിക്കും. ഞാനെന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്തില്ല അമ്മായി എന്ന് നവ്യ പറയും. അനാമിക മോളുടെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വയറ് നീ കേടാക്കിയില്ലായിരുന്നെന്ന് ചോദിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ അമ്മായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ. അന്നേരം അനാമിക അങ്ങോട്ട് കയറി വരും. നീ പറഞ്ഞതല്ലേടി, നീ എന്നോട് പറഞ്ഞില്ലേ, എൻ്റെ മുഖത്തും നോക്കി പറഞ്ഞല്ലോ നീയാണിത് ചെയ്തതെന്ന്. അയ്യോ ഇവളെന്താ ഈ കള്ളം പറയുന്നത്, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് നവ്യ പറയും. അത് കേൾക്കുന്ന ദേവയാനി ഒന്നും വല്ലാതാകുന്നുണ്ട്. ചുമ്മാതെ വല്യമ്മേ, ഇവളുമാർ കള്ളികളാ, ഇവളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ, അതുകൊണ്ട് ഇവൾ കള്ളം തന്നെയാണ് പറയുന്നു പറയും. കള്ളി ഞാനല്ലടി, നീയും നിൻ്റെ വീട്ടുകാരുവാ. ആ മാല മോഷണം പോയ അന്ന് തന്നെ നിൻ്റെ അമ്മയും അച്ഛനും വന്ന അന്നല്ലേ അത് പോയത്, അതുകൊണ്ട് നിങ്ങൾ തന്നെയായിരിക്കും അത് എടുത്തതെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അനാമികയൊന്നും ഞെട്ടും. അപ്പം ജാനകി പറയും, ആ സ്വർണത്തിൻ്റെ കാര്യമൊന്നും നീയൊന്നും പറയണ്ട, അത് നീയും നിൻ്റെ വീട്ടുകാരൻ തന്നെ എടുത്തതായിരിക്കുമെന്ന്. അപ്പോൾ ദേവയാനി അതിനെ പിന്താങ്ങുന്നുണ്ട്. വെല്ലുമ്മയ്ക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നെങ്കിൽ കേസ് കൊടുത്തിട്ട് എന്തിനാ പിൻവലിക്കാൻ പോയത്, എന്നാൽ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ഒക്കെ അനാമികയ്ക്ക് അങ്ങ് പരുങ്ങുകയാണ് നിന്ന്.
നയന ഉണ്ടാക്കിയ പായസം കൊള്ളത്തില്ല എന്ന് പറയാൻ വേണ്ടി ഇവളും ഇവിടെ വീട്ടുകാരുടെ ഒപ്പിച്ച പണിയായത്. അല്ലാതെ ആ പായസം ഞങ്ങളെല്ലാം കുടിച്ചല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയും. ഇവർ മനഃപൂർവ്വം ഞങ്ങളുടെ വയറ് കേടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒപ്പിച്ച പണിയായിരിക്കും വല്യമ്മ ഇതെന്ന് പറയും. അപ്പം ജാനകി പറയുന്നുണ്ട്, ഇതിനെല്ലാം നിന്നെ ഞങ്ങൾ കണക്ക് പറയിക്കുമെന്ന്. ആ വഴക്കിനിടയിൽ അനാമിക നവിയയുടെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ആ നവ്യ പറയും, തൊട്ടുപോയേക്കരുത് എന്നെ, നിൻ്റെ അനിയത്തിയൊന്നുമല്ല ഞാൻ, ചേട്ടത്തിയാ, അതുകൊണ്ട് എന്നെ തല്ലാനുള്ള അവകാശമൊന്നും നിനക്കില്ലെന്ന് പറയും. അപ്പം ദേവയാനി പറയുന്നുണ്ട്, നിന്നെ നിൻ്റെ അനിയത്തിയും ഇവിടെ ആരും ഏട്ടത്തിമാരായിട്ടൊന്നും കണ്ടിട്ടില്ല, പുറംപോക്കുകളായിട്ട് മാത്രമേ കരുതിയിട്ടുള്ളെന്ന്. അത് ഏതെങ്കിലും കോടതിയിൽ അമ്മായിക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് നവ്യ ചോദിക്കും. അത് കേൾക്കുന്ന ദേവയാനി ഒന്ന് വിരളുന്നുണ്ട്. ഞാനിവിടെ അഭിയുടെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് പറയും. അതിന് ആ കുഞ്ഞ് അഭിയുടെയാണെന്ന് അവൻ പോലും സമ്മതിച്ചിട്ടില്ലല്ലോ എന്ന് ജാനകി പറയും. അത് കേൾക്കുന്ന നവ്യയ്ക്കൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ആ ഒച്ചയും ബഹളമൊക്കെ കേട്ടുകൊണ്ട് ആ ജയൻ അങ്ങോട്ട് കയറി വരും. എന്നിട്ട് ജയൻ പറയും, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ട സ്വാമിമാരുള്ള വീടല്ലേ എന്ന് ചോദിക്കും. ജയേട്ടൻ അറിഞ്ഞില്ലേ ഇവിടെ നടന്ന സംഭവമൊക്കെ, ഇവളും ഇവിടെ അനിയത്തിയും കൂടെ പായസത്തിൽ എന്തോ കലക്കി കൊടുത്ത് അനാമിക മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വയറ് കേടാക്കിയെന്ന് പറയും. അതിന് ആ പായസത്തിൽ അത്ര പ്രശ്നം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ എന്ന് ജയൻ പറയുന്നുണ്ട്. ആ പായസം അച്ഛനും അമ്മയും കഴിച്ചു, ഞങ്ങളും കഴിച്ചു, എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്താണ് പ്രശ്നമെന്നാണ് മനസ്സിലാകാത്തതെന്ന് പറയും. ഇനി എല്ലാവരും എന്നാണേലും വഴക്കൊന്നും ഉണ്ടാക്കണ്ട, പോകാൻ പറഞ്ഞ് ജയൻ പറഞ്ഞു വിടും എല്ലാവരും. എന്നിട്ട് നവ്യയോട് പറയും, മോളെ അങ്ങനെ ഒത്തിരി ഒച്ചയും ബഹളമൊന്നും ഇവിടെ എടുക്കരുത്, പ്രായമുള്ള രണ്ടുപേരൊക്കെ ഉള്ള വീടല്ലേ എന്ന് പറയും. ശരി അമ്മാവാന്ന് നവ്യ പറയും. എന്നിട്ട് നവ്യ ഇങ്ങനെ നിന്ന് ഓർക്കുന്നുണ്ട്, അനാമികയ്ക്കും കുടുംബത്തിനുമെതിരെ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് നല്ലതെന്ന്. ആദർശ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നയന വിളിക്കുന്നുണ്ട്. എന്നിട്ട് നയന ചോദിക്കും, എന്താ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പരിഭവമൊക്കെ കാണിക്കുന്നത്, വാശി കാണിക്കേണ്ട സമയമായിരുന്നോ ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല, പിന്നെ ഞാൻ അമ്മയോടൊരു പരിഭവം കാണിച്ചെന്നേ ഉള്ളെന്ന് പറയും. എന്നാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നയന. എന്നാലും നമ്മളൊരു കാര്യം ഒരുപാട് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോകുമ്പോൾ നമുക്കൊരു നിരാശ ഉണ്ടാകാറില്ലേ, അതിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു ദേഷ്യം ഉണ്ടായെന്ന് പറയും ആദർശ്. അത് കേൾക്കുമ്പോൾ നയനയുടെ മുഖം ഒന്ന് സങ്കടം ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ആദർശേട്ടൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാനോ പിണങ്ങാനോ ഒന്നും പോകരുത് കേട്ടോ എന്ന് നയന പറയും. എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നുമില്ല, പിന്നെ ഒരു പരിഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് അവരുടെ കൂടെ നിന്ന് മാലയിടാതെ വേറെ മാലയിട്ടെന്ന് പറയും. എന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദൻ ഇരുന്ന് പ്രതിമയുണ്ടാക്കുന്നതാണ്. ആ സമയത്ത് നന്ദു അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നന്ദുവിനോട് ഗോവിന്ദൻ ചോദിക്കും, മോളെ നയനമോള് വിളിച്ചായിരുന്നോ എന്ന്. അപ്പോൾ നന്ദു പറയും, ഇല്ലച്ചാ, ചേച്ചി എന്തായാലും ഇങ്ങനൊരു യാത്രയൊന്നും പോയിട്ടില്ലല്ലോ, അതിൻ്റെ സന്തോഷത്തിൽ ചിലപ്പോൾ നമ്മളെ മറന്നൊക്കെ പോയതായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, നയനമോൾ അങ്ങനെയുള്ള ഒരാളല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിയ്ക്കുമ്പോൾ കനക അമ്പലത്തിൽ പോയിട്ട് വരും. അപ്പം കനകയുടെ മുഖം കാണുമ്പോഴേ നന്ദു പറയും, എന്താ അമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട് കനകയുടെ അടുത്തോട്ട്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം കനക പറയും, ഞാൻ അമ്പലത്തിൽ ചെന്നപ്പം ഇന്ന് മാലയിടുന്ന കുറച്ച് പേരെ കണ്ടു, അതിൻ്റെ സങ്കടമാണെന്ന് പറയും. ഉടനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മാലയിടുന്നത് കാണുന്നതൊക്കെ ഒരു പുണ്യമല്ലേ, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ, പിന്നെന്താ നീ ഇങ്ങനെ പറഞ്ഞെന്ന്. അത് പിന്നെ മാലയിട്ടത് ആദർശിൻ്റെ അനിയന്മാരും അച്ഛനും കൊച്ചച്ഛനും ഒക്കെയാന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഇവർക്കങ്ങ് സങ്കടമാകും. ഇവർ ചോദിക്കും, അപ്പോൾ അവർ ഹണിമൂൺ ട്രിപ്പിന് പോയില്ലേന്ന്. ഇല്ല, പോയില്ലെന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് ആദർശ് മോൻ്റെ അമ്മ അന്നേരത്തേന് ഒരു നേർച്ചയുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യിപ്പിച്ചെന്ന് പറയും. ആദർശ് മോൻ്റെ അമ്മയ്ക്ക് ആദർശ് മോൻ 41 ദിവസത്തെ നോയമ്പെടുത്ത് മല ചവിട്ടണമെന്നാണ് നേർച്ചയെന്ന് പറയും. അന്നേരത്തേന് നന്ദു പറയുന്നുണ്ട്, അത് മനഃപൂർവ്വം അവർ ഒപ്പിച്ച പരിപാടിയാണ് ഇവരുടെ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ചെയ്യിപ്പിക്കാനെന്ന്. അത് ശരിയാ, അങ്ങനെ തന്നെയാണ് ആദർശ് മോൻ്റെ അച്ഛൻ അന്നേരം അവിടെ വെച്ച് പറഞ്ഞത്. എന്നാലും കുട്ടികൾ ഒരുപാട് സന്തോഷത്തോടെ ആഗ്രഹിച്ചതല്ലായിരുന്നോ, ഇവർ ഇതിനൊന്നും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് കനക പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, എല്ലാം ശരിയാകും, ആദർശ് മോൻ എന്നാണേലും നയനമോളോട് സ്നേഹമുണ്ടല്ലോ എന്ന്. എന്തായാലും ഞാനും ഇനി 41 ദിവസത്തേക്ക് നോയമ്പെടുക്കാൻ പോവുകയാണെന്ന് കനക പറയും. എന്തിനാണെന്ന് വെച്ചാൽ ദേവയാനി നയനമോളെ സ്നേഹിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് കനക അകത്തേക്ക് പോകും. പിന്നീട് കാണിക്കുന്നത്
ബെഡ്റൂമിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന നയനയാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന ദേവയാനി പറയും, ആ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്ന കൊള്ളാം, വിരിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറയും. ഈ മുറി നീ കിടക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെന്താമ്മേ, എനിക്കറിയാലോ ആദർശേട്ടൻ വ്രതത്തിലാന്ന്, അതുകൊണ്ട് ഞാൻ വേറെ മുറി കിടന്നോളാമെന്ന്. ആ കിടക്കുന്നതൊക്കെ കൊള്ളാം, രാത്രിയായി കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം അവനെ കാണാൻ ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ, എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് നയന. അപ്പം എന്നാലും നയനയുടെ മുഖം ഒന്ന് വല്ലാതാകുന്നുണ്ട് അമ്മായിമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നീട് ദേവയാനി ചോദിക്കും, നീ ആറ്റുകാലിൽ പോയിട്ടുണ്ടോയെന്ന്. അന്നേരം പറയും, ആ ഞാൻ പോയിട്ടുണ്ടെന്ന് പറയും. നീ പൊങ്കാലയൊക്കെ ഇടാൻ എത്ര ദിവസത്തെ വ്രതമൊക്കെ എടുക്കുമെന്ന് ചോദിക്കും. അന്നേരം ഞാൻ 10 ദിവസത്തൊക്കെ എടുക്കുമെന്ന് പറയും. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കും. അല്ല, ആറ്റുകാൽ പൊങ്കാലയൊക്കെ വരുമല്ലേ എന്ന് ചോദിച്ച് ദേവയാനി അങ്ങ് നിൽക്കും. അന്നേരം നയനെ അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ദേവയാനിക്ക് തലവേദനയോ തലകറക്കമോ ഒക്കെ ഉണ്ടാകുന്നു. അന്നേരത്തേനും അവൾ ഓർക്കുന്നുണ്ട്, എന്താ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായത്, നേരത്തെ ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. നയന അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോഴത്തേനും ജാനകിയും രേവതി അങ്ങോട്ട് വരും. എന്നിട്ട് രണ്ടുപേരൂടെ നയനെ കുറ്റപ്പെടുത്തി ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. ഓ ഇതെന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയും, ഇത് സ്വാമിമാർക്കുള്ളതാണെന്ന് പറയും. ഓ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ടെസ്റ്റ് ചെയ്തിട്ടേ കൊടുക്കാവുള്ളെന്നൊക്കെ നയനയോട് രേവതി പറയും. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് മനസ്സുള്ളവർ കഴിച്ചാൽ മതി, അല്ലാത്തവർ കഴിക്കണ്ട. അത്ര ബുദ്ധിമുട്ടുള്ളവർ തന്നെത്താൻ പാചകം ചെയ്ത് കഴിച്ചോളണമെന്നൊക്കെ നയനയും മറുപടി പറയുന്നുണ്ട്. എന്നിട്ട് തിരിച്ചിവർ പോകാൻ നേരത്ത് ജാനകി രേവതിയോട് പറയും, രേവതി വിഷമിക്കുകയൊന്നും വേണ്ട, ഏട്ടത്തി തന്നെ ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിക്കോളും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നയനെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.